പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. നിറഞ്ഞ ചിരിയോടെ കയറി ചെല്ലുന്ന ആദ്യയെ സ്കൂളിലെ അധ്യാപകരെല്ലാവരും തുറിച്ചു നോക്കുന്നുണ്ട്. പലരിലും തെളിഞ്ഞ പുച്ഛവും കളിയാക്കി ചിരിയും നല്ലപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടും അവന്റെ ചിരിയിൽ അല്പം പോലും മങ്ങലേറ്റില്ല. അതങ്ങനെ പൂർവാധികം ശക്തിയോടെ തെളിച്ചമോടെ അവനിലൊരു ഭംഗിയായി നിറഞ്ഞു നിന്നു. ഗുഡ് മോർണിംഗ്. കൂടി നിൽക്കുന്നവരെല്ലാവരോടുമായിട്ടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവൻ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. അപാര തൊലിക്കട്ടി തന്നെ. അതെങ്ങനെ അവളോടൊപ്പം ചേർന്നിട്ടില്ലേ? അതിന്റെ ഗുണം കാണാതിരിക്കോ? സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഇത്രയും വലിയൊരു നാണം കെട്ട പരിപാടി ചെയ്തിട്ടും വല്ല കൂസലുണ്ടോ നോക്കിയേ. ക്ലോറോഫോം മണിപ്പിച്ചാലൊന്നും ബോധം പൂർണ്ണമായിട്ട് പോവില്ല. ഇതൊക്കെ രണ്ടിന്റെയും നമ്പരാ സുഹൃത്തുക്കളെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എന്തായാലും ആ നാശം പിടിച്ചവളെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നില്ലല്ലോ. സമാധാനം. മുറ്റത്തെ പാർക്കിനരികിൽ കൂടി അതെല്ലാം നോക്കി സംതൃപ്തിയോടെ നടക്കുന്ന ആദി ആ സംസാരങ്ങളൊക്കെയും വളരെയധികം കൂർമ്മതയോടെ കേൾക്കുന്നുണ്ട്. പലതും കാതിലല്ല, ഹൃദയം കൊണ്ടാണ് അവൻ രേഖപ്പെടുത്തിയെടുക്കുന്നത്. ആ വാക്കുകളിൽ അരോചകം സൃഷ്ടിക്കുന്നതിന് പകരം അത്തരം സംസാരങ്ങൾ അവനപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ട പലതും ഇവിടുന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. ഇവരിൽ നിന്ന് ആരോ തനിക്കൊരുക്കിയ ചാരനുണ്ട്. അത് കണ്ടുപിടിക്കേണ്ടതാണ് താനിവിടെ ആദ്യം ചെയ്യേണ്ടുന്ന ജോലി. പാർക്കിനെ വീക്ഷിച്ചടക്കുന്ന ആദിയുടെ കാതുകൾ പക്ഷെ അവനെ നോക്കി അസംതൃപ്തിയോടെ നിൽക്കുന്നവർ വട്ടമിട്ട് പറന്നു. അവരെല്ലാവരും വല്ലാത്തൊരു ഭാവത്തിലാണ് നോക്കുന്ന പോലും. അതിനിടയിൽ മണിയേട്ടൻ അവനരികിലേക്ക് ചെന്നു. ചിരിയോടെ തന്നെ അവൻ അയാളോട് സംസാരിച്ചു. പിന്നെയും കുറച്ച് സമയം കൂടി അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു നിന്നവൻ മെല്ലെ വരാന്തയിലേക്ക് കയറി. ഭാര്യയെ കൊണ്ടുവരാത്തെന്തേ സർ? വിലാസിനെ അടക്കി ചിരിച്ചുകൊണ്ട് ആദ്യം നോയി ചോദിച്ചു. കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു വിലാസിനി ടീച്ചറെ, പക്ഷെ അവൾക്കൊട്ടും വയ്യ. വല്ലാത്ത ക്ഷീണം. 2 ദിവസം റെസ്റ്റ് എടുക്കാൻ ഞാൻ തന്നെ പറഞ്ഞു. അവൾക്കിനി എപ്പോൾ വേണേലും വരാലോ. കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് ആദ്യത് പറയുമ്പോൾ അവന് മനഃപൂർവ്വം ഒന്ന് പരിഹസിക്കാൻ വേണ്ടി കച്ചയിട്ടിറങ്ങിയ വിലാസിനി വിളറിപ്പോയിരുന്നു. അതെന്താ സാറേ പെട്ടെന്ന് അങ്ങനെയൊരു ക്ഷീണം? അവനിലെ ചിരി അവരിൽ പലർക്കും അസഹ്യമാണ് തെളിയിച്ചുകൊണ്ട് വീണ്ടും ചോദ്യമെത്തി. സുദേവ് സാറിന്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ അല്ലേ? അതേ ചിരിയോടെ ആദ്യ അയാളെ നോക്കി. അയാൾക്കും അതോടെ മതിയായി. അവനിലെ തകർച്ചയെ പ്രതീക്ഷിക്കുന്നവർക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ പാന്റിന്റെ പോക്കറ്റിൽ 2 കൈയും ഇട്ട് നിറഞ്ഞ ചിരിയോടെ ആദ്യ അതേ നിൽപ്പ് തുടർന്നു. അവൻ ഇത്രയും സന്തോഷത്തോടെ മുമ്പ് കണ്ടിട്ടേയില്ലെന്ന് അവരെല്ലാം ഒരുപോലെ ഓർത്തു. ഏയ്, അവളങ്ങനെ പെട്ടെന്ന് ക്ഷീണം പിടിക്കുന്ന ടൈപ്പല്ലല്ലോ സാറേ. അത് കൃഷ്ണപ്രിയ. സാറിന് ചിലപ്പോൾ പുത്തിരിയായിരിക്കും, പക്ഷെ അവൾക്ക് ഇതൊരു പുതുമയേ അല്ല. പറഞ്ഞു തീരും മുന്നേ അവന്റെ മുഖത്തേക്ക് ആദ്യം ആഞ്ഞു തള്ളിയിരുന്നു. അപ്പോഴവന്റെ മുഖത്ത് ആ ചിരിയില്ല. തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളിൽ രൗദ്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത്രയും സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രമിക്കണം. അവളെന്റെ ഭാര്യയാണ്. ഇതുപോലെ പോലെ ഇനി നിങ്ങളിൽ ആരെങ്കിലും എന്റെ പെണ്ണിനെ കുറിച്ച് പറയുന്നത് കേട്ടാ സസ്പെൻഡ് ചെയ്ത് കളയുന്നൊന്നും പറഞ്ഞ് നിസ്സാരാക്കുന്നില്ല ഞാൻ. അതൊന്നും ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ കൃഷ്ണപ്രിയ ഇന്നോളം പഴി പറഞ്ഞ പോലെ ഒരു ഉണ്ടാക്കനല്ല അവളുടെ ഭർത്താവ് എന്നുള്ളത് തെളിയിച്ചൊരു ഞാൻ. മനസ്സിലായോ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ ഭാവമാറ്റത്തിൽ അവരെല്ലാം ഒന്ന് പതറിപ്പോയിരുന്നു. ഇത്രയും ദേഷ്യത്തിൽ അവരാരും അവനെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട കടമ എനിക്കില്ല, അവൾക്കുമില്ല. അവളിപ്പോ എന്റെ ഭാര്യയാണ്. ഇനി എനിക്ക് മുമ്പിൽ വന്നു നിന്നിട്ട് കൃഷ്ണപ്രിയെ മുന്നേ ഇവിടെ ഇട്ട് നിങ്ങളിൽ പലരും പലതും പറഞ്ഞ് രസിച്ച പോലെ ചെയ്യുമ്പോ ഞാൻ അവളുടെ ഭർത്താവാണെന്ന കാര്യം നിങ്ങളാരും മറന്നു പോകാതിരിക്കാൻ അതിനുവേണ്ടി മാത്രമുള്ളൊരു ചെറിയ വെടിക്കെട്ട് മാത്രമായത്. ഇതിനേക്കാൾ വലിയൊരു പൂരം ഞാൻ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ ഉള്ളില്. എന്നെ കൊണ്ട് ഇവിടെ നടത്തിക്കരുത് നിങ്ങൾ. അവരാരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. ഞാനും നിങ്ങളും എന്നായിരുന്നില്ല ഇന്നലെ വരെ എന്റെ മുന്നിൽ മനസ്സിൽ. പക്ഷേ ഇനി അങ്ങോട്ട് അത് അങ്ങനെ തന്നെ മതി. കാരണം ഞാൻ എത്ര ശ്രമിച്ചാൽ ഇനി നമ്മളാവില്ല. ഒരു സഹപ്രവർത്തകന് ഒരു അപകടം വരുമ്പോ നിങ്ങളുടെ സഹകരണം ഞാനും കണ്ടതാണല്ലോ. ആദ്യം അവരെ ആകെയൊന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഒരാൾക്കൊരു സഹായം വേണ്ടി വരുമ്പോൾ അത് ചെയ്യുന്നില്ലെന്ന് പോട്ടെ, അതിനേക്കാൾ എത്രയോ നീചമായ പ്രവൃത്തിയാ അവർ ചെയ്ത് ശരിയോ തെറ്റോ എന്നറിയാതെ അവരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത്. അവരതിൽ നിന്നൊന്ന് ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ചവിട്ടി താഴെയിടാൻ നോക്കുന്നത്. ആദ്യം പറയുന്ന കേട്ടിട്ടും അപ്പോൾ അവിടെ ഒറ്റയൊന്നിനും ശബ്ദം ഉണ്ടായിരുന്നില്ല. അവനെ കയറി ചൊറിഞ്ഞത് അബദ്ധമായെന്നൊരു തോന്നലാണ് അവർക്കെല്ലാം. അപ്പൊ പറഞ്ഞു വന്ന് അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അധ്യാപകൻ എന്നുള്ള ബോധം അല്പമെങ്കിലും ഉള്ളിൽ ബാക്കി വെച്ചേക്കണം. അതും പറഞ്ഞുകൊണ്ട് അതേ ചിരിയോടെ പിന്തിരിഞ്ഞടക്കുന്നവനെ അവരെല്ലാം ഒരുപോലെ തുറിച്ചു നോക്കി. അവൾ ആള് മിടിക്കുക രാജീവ് സാറേ. ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടില്ലേ അവൾ ഇത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയത്? ചില്ലറക്കാരിയല്ല. ആദ്യം അവിടുന്ന് പോയെന്ന് ഉറപ്പാക്കിയിട്ടാണ് വിലാസിനി ഏറ്റവും പിന്നിൽ ഒരക്ഷരം മിണ്ടാ നിൽക്കുന്ന രാജീവിനെ നോക്കി അത് പറഞ്ഞത്. ആദ്യം അന്ന് അവിടെ കണ്ടതിന്റെ എല്ലാ അസ്വസ്ഥതയും രാജീവിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ആദ്യം ഇങ്ങോട്ട് വരുമെന്ന് രാജീവ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനു പുറമെയാണ് കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി അവൻ ഒരാൾക്ക് മേൽ കൈവച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്. ആദ്യം ഒരാൾ അടിച്ചു എന്നതിലല്ല, ആടി അവന്റെ ഭാര്യയായ കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടിയാണെന്നുള്ളതാണ് രാജീവിന്റെ ഏറ്റവും വലിയ സങ്കടവും.
ഒരാൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ അതിൽ ഇത്രയും അടങ്ങിയിരിക്കുന്നത് എതിരെ നിൽക്കുന്നവരോടുള്ള സ്നേഹം തന്നെയാണെന്ന് രാജീവിന് അറിയാം. ആ സ്നേഹത്തിനെയാണ് രാജീവ് ഭയന്നത്. അത് തന്നെയാണ് അവനെ അത്രമേൽ അസ്വസ്ഥനാക്കിയത്. അങ്ങേയറ്റം പകയോടെ അവൻ പ്രിയ തകർന്നു പോയത് കാണാൻ വേണ്ടി ചെയ്ത കാര്യം അത് അവളെ അങ്ങേയറ്റം ഭദ്രതയിലാക്കിയിരിക്കുകയാണെന്നുള്ള ഓർമ്മ അവനെ ഓരോ നിമിഷവും പൊള്ളിക്കുന്നുണ്ട്. മണിയേട്ടൻ 10 മണിയോടുകൂടി ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ സഹപ്രവർത്തകരെല്ലാം പിറുപിറുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറിപ്പോയിട്ടു. രാജീവ് അവിടെ വരാന്തയിൽ അതേ നിൽപ്പ് തന്നെയായിരുന്നു. ഒരാഴ്ച കൂടി മാത്രം ബാക്കിയുള്ള സ്വന്തം കല്യാണത്തെക്കുറിച്ച് അപ്പോഴവന്റെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു. മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ആദിയെയും കൃഷ്ണപ്രിയനെയും എങ്ങനെയെങ്കിലും തമ്മിൽ പിരിക്കുക എന്നത് മാത്രമായിരുന്നു. അവന്റെ മനസ്സിലേക്ക് വീണ്ടും ദേവന്റെ മുഖം ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നു. ഒരിക്കൽ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞതാണെങ്കിലും തന്നെ ഈ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. രാജീവ് വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. തലയിൽ നടന്ന ഡ്രസ് സർക്കൽ ചടങ്ങിന്റെ അവസാനത്തോടുകൂടി അവൻ തീർത്തു അസ്വസ്ഥനായിരുന്നു. എന്തു പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താണ് തനിക്ക് പറ്റിയെന്ന് അവരോട് പറഞ്ഞു കൊടുക്കാനാവാത്ത വിധം ഒരസഹിഷ്ണുതയും അസ്വസ്ഥതയും അവനെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. എനിക്കിത്രയും സ്വർണ്ണമൊന്നും വേണ്ട, വളരെ അത്യാവശ്യത്തിനുള്ള മാത്രം മതി. ബാക്കിൻ്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ട് ഇട്ടാൽ മതി. ഇത്രയും സ്വർണ്ണം ഞാൻ ഏതായാലും ഇട്ട് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിനെ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതൊന്നും വേണ്ട. ഡ്രസ്സ് എടുപ്പ് കഴിഞ്ഞ് ജ്വല്ലറിയിലേക്ക് സ്വർണ്ണം എടുക്കാൻ കയറിയപ്പോഴുള്ള നീതുവിൻ്റെ വാക്കുകൾ രാജീവിൻ്റെ ഉള്ളിൽ അപ്പോഴും തിളച്ചു മറിഞ്ഞു. അവളത് പറഞ്ഞു കേട്ടപ്പോൾ അമ്മയുടെ മുഖം കറുത്തിരുണ്ടു പോയത് രാജീവ് ശ്രദ്ധിച്ചിരുന്നു. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതുമെല്ലാം തെറ്റാണെന്നറിയാം. പക്ഷേ സ്വന്തം മകൾക്ക് അച്ഛൻ കൊടുക്കുന്ന സമ്മാനം എന്ന സുന്ദരഭാവത്തിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിട്ടുന്നെല്ലാം ചോദിച്ചു വാങ്ങുന്ന ആർത്തി പിടിച്ച അതേ മനസ്സ് തന്നെയായിരുന്നു രാജീവിന്. അതുകൊണ്ട് തന്നെ നീതു ആ പറഞ്ഞ ജയശ്രീയെ പോലെ അവനും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയുന്നതോടെ പെണ്ണ് മാത്രമല്ല, പെണ്ണിനെ സംബന്ധിക്കുന്നതെല്ലാം അതിപ്പോൾ സ്വർണമായാലും പണമായാലും ഭർത്താവിൻ്റെ തന്നെയാണെന്നുള്ള അവകാശവാദം ജയശ്രീയിൽ നിന്ന് പലപ്പോഴും അവൻ കേട്ടിട്ടുണ്ട്. അതപ്പടി അവൻ്റെ മനസ്സിൽ ഉറച്ചു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തോട് അംഗീകരിക്കാൻ അവനപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വിങ്ങലും വേദനയും അവനിൽ നിന്ന് പോയിട്ടുമില്ല. അതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി. സ്കൂളിൽ നിന്നിറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനാണ് രാജീവിനപ്പോൾ തോന്നിയത്. അകത്ത് മുറിയിൽ നിന്ന് ഉറക്കെയുള്ള സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. പതിഞ്ഞ സ്വരത്തിലൊരു കരച്ചിലും. മാളവിക ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പത്മയുടെ മുറിയിൽ നിന്നാണ് കോലാഹലങ്ങളെന്ന് മനസ്സിലായതും അവൾക്കൊരു വിറയൽ പാഞ്ഞു കയറി. എന്തൊക്കെ വന്നാലും ആ മുറിയിലേക്ക് വരരുതെന്നുള്ള പത്മയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മാളവിക അങ്ങോട്ട് നടന്നു. അത്രമേൽ ഹൃദയഭേദകമായൊരു കരച്ചിലാണ് കേൾക്കുന്നത്. അനൂപിന്റെ കേട്ടാലറക്കുന്ന വാക്കുകൾ മുറിവിട്ട് പുറത്തേക്ക് ഒഴുകി പടർന്നിരുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ഒറ്റവെട്ടിനെ കൊല്ലാനുള്ള ദേഷ്യമാണ് അവൾ ഉണ്ടായിരുന്നതും. പക്ഷേ വിറയൽ കാരണം നേരെ നിൽക്കാൻ കൂടി കഴിയാത്തത്രയും ചോർന്നുപോയ ധൈര്യം അവളെ വെല്ലുവിളിച്ചു. ഇതിനേക്കാൾ തന്നോട് ക്രൂരത ചെയ്ത ഒരുത്തിനെ പോലും പിറകിൽ ഉപേക്ഷിച്ചു പോകുന്ന തന്റെ അപ്പോഴത്തെ ആത്മരോഷം മാളവികയെ കളിയാക്കി തുടങ്ങിയിരുന്നു. സുജ എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ കവലയിലേക്ക് പോയതാണ്. ആ തക്കത്തിന് ആ മൃഗം വീട്ടിലേക്ക് കയറി കൂടിയതും അകത്തെ ശബ്ദങ്ങൾ നിലച്ചു. കരച്ചിലും പകരം ഞരങ്ങലും മുകളിലുമായി വികൃതമായ മറ്റൊരു ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. കാതുകൾ പൊതിഞ്ഞു പിടിച്ച് തിരികെ ഓടുമ്പോൾ എന്റെ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് മാളവികയുടെ ഹൃദയം അലമുറയിടുന്നുണ്ടായിരുന്നു. ഓഫീസ് മുറിയിലേക്ക് കയറി ആദി വാതിൽ ചേർത്തടച്ചുകൊണ്ടൊന്ന് ശ്വാസമെടുത്തു. വല്ലാത്തൊരു സംതൃപ്തി അവനിൽ പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒന്നും മിണ്ടാതെ പോന്നിരുന്നുവെങ്കിൽ നാളെ വീണ്ടും ഇതേ സംസാരം കേൾക്കേണ്ടി വന്നേനെ. അതിനൊരു തിരിച്ചടി അത്യാവശ്യമായിരുന്നു. പൊരുതി നിൽക്കാൻ ഉറച്ച മനസ്സോടെ അവരെ നേരിടാൻ കഴിഞ്ഞതിൽ ആദിക്ക് വല്ലാത്തൊരു നിർവൃതി ഉണ്ടായിരുന്നു. തൽക്കാലം അതിനൊരു ശമനം കിട്ടിയേക്കും. തോറ്റോടിൽ നിന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്നവനെ തളർത്താൻ അവരുടെ ജൽപ്പനങ്ങൾക്ക് ശക്തി പോരായിരുന്നു. അവനിൽ ആ നിമിഷം തോന്നിയ ആത്മവിശ്വാസം അത് വളരെ വലുതായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും മരുമോൾക്ക് മനസ്സിലായില്ലല്ലേ? വല്ലാത്തൊരു ചിരിയോടെ തന്നിലേക്ക് അടുത്തു വരുന്ന മഹാദേവന് നേരെ പ്രിയ ഭയമില്ലെന്നുള്ള ഭാവത്തിൽ നോക്കിയെങ്കിലും ഉള്ളുകൊണ്ട് അവൾ വിറക്കുന്നുണ്ട്. അത്രമാത്രം അധപ്പതിച്ചുകൊണ്ട് അയാൾ ചവച്ച് തുപ്പിയ വാക്കുകൾ അവളെ കൂടുതൽ ഭയപ്പെടുത്തി. മാധവൻ മാഷ എന്ന അച്ഛൻ്റെയും ആദിത് മഹാദേവൻ എന്ന മകന്റെയും വിദൂര സാദൃശ്യം പോലുമില്ല. യാതൊരു മനസാക്ഷിയുമില്ലാത്ത മഹാദേവൻ എന്ന മൃഗം. അങ്ങനെയാണ് പ്രിയക്കയാളെ ഉപമിക്കാൻ കഴിയുന്നത്. സ്വന്തം മകന്റെ ഭാര്യയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് അയാൾ പറഞ്ഞതൊക്കെയും. സഹതാപം നേടാൻ ഷോ കാണിച്ചടങ്ങുന്ന മാധവൻ മാഷ് എന്ന എൻ്റെ അച്ഛനെയും അച്ഛന് പഠിക്കുന്ന വിഡ്ഢിയായ എൻ്റെ മകനെയും കണ്ടിട്ടുള്ള നിന്റെ ഈ തുള്ളലുണ്ടല്ലോ, അത് ഈ മഹാദേവന് മുന്നിൽ വേണ്ട, നടക്കില്ല. നിനക്കറിയില്ല എന്നെ. മഹാദേവൻ അരിയിലേക്ക് വരുന്നതിനനുസരിച്ചുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങുന്നുണ്ട്. ഭയം മഹാദേവന് മുമ്പിൽ നെഞ്ചു പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടുമോ എന്ന് തോന്നിപ്പോയി പ്രിയക്ക്. നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി. മഹാദേവൻ ഇന്നോളം വിചാരിച്ചൊന്നും നടക്കാതെ പോയിട്ടില്ല. ഇനി നിന്നെ കൊന്നിട്ടായാലും ഞാൻ അവനെ കൊണ്ടുപോയിരിക്കും. ചുമരിൽ ചാരി നിൽക്കുന്ന പ്രിയക്ക് നേരെ അയാൾ കൈ ഉയർത്തിയതും വലിയൊരു ശബ്ദത്തിൽ അവൾക്കപ്പുറം ചുമരിലേക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് വന്ന് പതിച്ചു. തനിക്ക് പിറകെ വന്യമായ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ആദി. അവന്റെ നോട്ടത്തിനു മുമ്പിൽ അറിയാതെ തന്നെ ദേവന്റെ കൈകൾ താഴ്ന്നു.
ആദിയുടെ ദേഷ്യത്തെക്കുറിച്ച് അറിയാം. പക്ഷെ ഇതുപോലെയുള്ള ഒരു രൗദ്രഭാവം അത് ദേവനും ആദ്യമായി കാണുകയായിരുന്നു. ദേവന്റെ ശ്രദ്ധ ആദിക്ക് നേരെ തിരിഞ്ഞതും പ്രിയ ഒരു കുതിപ്പിന് ആദിയുടെ അരികിലെത്തി അവന്റെ പിന്നിലൊളിച്ചു. സ്വന്തം മകനോട് പോലും യാതൊരു വിധത്തിലുള്ള ദയോ അനുകമ്പയോ ഇല്ലാത്തൊരച്ഛൻ. നിന്നെ കൊന്നുകളഞ്ഞാലും ചോദിക്കാൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ മഹാനായ അച്ഛനെ കുറിക്ക് എന്റെ സൽപുത്രനെയും കൊണ്ടുപോവാൻ നീ എന്ന പാഴ്വസ്തുവിനെ കൊല്ലാനും എനിക്കൊരു മടിയുമില്ല. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന അത്രയും നിസ്സാരമായിട്ട് ദേവൻ അത് ചെയ്യും. ആദിക്ക് പുറകിലേക്ക് മാറുമ്പോഴും പ്രിയ ദേവൻ അല്പം മുന്നേ അവളോട് പറഞ്ഞു തീർത്ത വാക്കുകൾ ഓർക്കുന്നുണ്ട്. അയാളത് ചെയ്യും. ആ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും പ്രിയക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. മരിക്കാൻ ഭയമുണ്ടോ? അവൾ ആ ചോദ്യം അയാളെ കണ്ട ആദ്യ നിമിഷം തന്നെ ഓർത്തിരുന്നു. ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ജീവിക്കാൻ വെറുതെ ഒരു കൊതി. തനിക്ക് വേണ്ടി ഇനിയും ആ മാഷും കൊച്ചുമോനും നരകിക്കുന്നു അവൾക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. അതിനാൽ തന്നെ ആദ്യം എത്തിയത് കണ്ടതും അവൾക്ക് ജീവൻ തിരികെ കിട്ടിയ പോലെ ഒരു ആശ്വാസം തോന്നുകയായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഒട്ടും മയമില്ലാതെ പരുക്കമായ ആദിയുടെ ശബ്ദം. ദേവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. മക്കൾ ഒരു കിണിയിലകപ്പെടുമ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നതും ഒരച്ഛൻ്റെ കടമയാണ്. അവരിനി എത്ര അനുസരണക്കേട് കാണിച്ചാലും അച്ഛന്മാർക്ക് അത് നോക്കി നിൽക്കാൻ കഴിയില്ല. ദേവൻ ആദിയെ നോക്കിയത് പറയുമ്പോൾ അയാളെയും പ്രിയയെ അമ്പരപ്പിച്ചുകൊണ്ട് അവൻ ഉറക്കെ, വളരെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആദിത്! കുറച്ചധികം നേരം നീണ്ടുപോയ അവന്റെ ചിരി അത്യധികം അസഹ്യമായതും ദേവൻ അലറിക്കൊണ്ട് വിളിച്ചു, ആദിത്! 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 പ്രിയ ആദിയുടെ നേരെ നെറ്റി വിളിച്ചു നോക്കി. ആദിത്, സ്റ്റോപ്പ് ഇറ്റ്! തന്റെ വിളി കേട്ടിട്ടും വീണ്ടും ചിരിക്കുന്ന ആദിയെ നോക്കി ദേവൻ ഉറക്കെ ചിരിച്ചു. വയറിൽ കൈ ചേർത്തുകൊണ്ട് അവൻ അയാളെ നോക്കി. നീ എന്താണ് ആളെ കളിയാക്കുന്നോ? ഞാൻ നിന്റെ അച്ഛനാ, അത് ഓർമ്മ വേണം. ദേവൻ ദേഷ്യത്തോടെ ആദിക്ക് നേരെ വിളിച്ചു പറഞ്ഞു. ഓ, സമ്മതിച്ചു, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെ. സ്നേഹനിധിയായ ആദിത് മഹാദേവൻ എന്ന എന്റെ ഭാഗ്യമായ മഹാദേവൻ എന്ന അച്ഛൻ. അത് പറയുമ്പോൾ അവന്റെ മുഖം അങ്ങേയറ്റം പുച്ഛത്താൽ കോടിപ്പോയിരുന്നു. പക്ഷേ ഞാൻ ചിരിച്ചത് നിങ്ങളുടെ തെറ്റിദ്ധാരണ ഓർത്തുകൊണ്ടാ. ആദി വീണ്ടും ചിരിയോടെ ദേവനെ നോക്കി. തെളിയിച്ചു പറ. ദേവൻ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദ്യമൊന്ന് മുഖം ചരിച്ചിട്ട് പ്രിയയെ നോക്കി. അവൾ അവനെയും. ഞൊടിയുടെ കൊണ്ട് അവന്റെ ഭാവം മാറി. പ്രിയ പിന്നിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് അവൻ തന്നിലേക്ക് അടക്കി പിടിച്ചു. അവന്റെ ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദേവനേക്കാൾ പകച്ചു പോയത് പ്രിയയായിരുന്നു. അവൾ വിറച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ഒതുങ്ങി. അവന്റെ നോട്ടം ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നു. അപ്പോഴും എന്താണ് അവന്റെ ലക്ഷ്യമെന്ന് അവൾക്ക് അല്പം പോലും മനസ്സിലായിരുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണില് എന്നെ ഇവിടെയും നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചു എന്നുള്ളതല്ലേ? ചിരിയോടെ ആദി ദേവനെ നോക്കി. അതോടൊപ്പം തന്നെ അവന്റെ കൈകൾ കൂടി അവളിൽ വരയും തീർത്തു. പക്ഷെ ഈ നാട്ടിലെത്തിയ അന്ന് തന്നെ ഒരു നിയോഗം പോലെ എനിക്ക് മുമ്പിൽ അവതരിപ്പിച്ച എന്റെ പ്രണയത്തെ ഞാൻ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കളിച്ചൊരു നാടകമാണിതെന്ന് എത്ര പേർക്ക് അറിയാം? പ്രിയയെ നോക്കി ഏറെ പ്രണയത്തോടെ ആദ്യത് പറയുമ്പോൾ പ്രിയ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ തുറിച്ചു നോക്കി. അവന്റെ കണ്ണിൽ അവൾ അന്നോളം കാണാത്തൊരു ഭാവം. അവന്റെ ചുണ്ടിൽ അന്നോളം അവരാരും കാണാത്തത്രയും മനോഹരമായൊരു ചിരി. ദേവനേക്കാൾ പ്രിയായിരുന്നു ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ പകച്ചു പോയത്. ഇവനിത് എന്തിനുള്ള പുറപ്പാടാണ് ദൈവമേ? ഈ ചതി നട്ടമുളക്കാത്ത നമ്മുടെ സ്വന്തം അച്ഛനോട് പറയുന്നത് എന്തിനാണാവാം? കള്ളം പറയുന്നോടാ! അടക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ ദേവൻ ആദ്യം പിടിച്ചു ഉലച്ചു. കൈയെടുക്കച്ച. ശാന്തമായിട്ടായിരുന്നു ആദ്യം പറഞ്ഞു. പക്ഷെ വല്ലാത്തൊരു ഉറപ്പുള്ള പോലെ ആ വാക്കുകൾ അങ്ങനെ ജ്വലിച്ചു. ബലമായി പറിച്ചു മാറ്റും പോലെ ആദി ദേവന്റെ കൈയെടുത്ത് ശക്തിയായി കുടഞ്ഞു മാറ്റി. ഞാൻ പറയുന്ന കള്ളമാണെന്ന് അച്ഛനെങ്ങനെ അറിഞ്ഞു? ദേവന്റെ കണ്ണിലേക്ക് നോക്കി ആദി ചോദിച്ചു. എനിക്കറിയാം. ആ ചോദ്യത്തിലൊന്ന് പതിരെങ്കിലും ദേവൻ അവനെ നോക്കി പറഞ്ഞു. എനിക്കറിയാം നീ ഇപ്പൊ പറഞ്ഞ കള്ളമാണെന്ന്. ദേവൻ പുച്ഛത്തോടെ അവനെ നോക്കി. ഇനിയിപ്പൊ നീ പറഞ്ഞ പോലെ അതിലൊരു ഇച്ചിരി സത്യം ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പൊ 2 ദിവസം കൊണ്ട് ആ പ്രണയം ഒരു തീർപ്പായി കിട്ടിയില്ലേ? ഇനിയിപ്പോ വേണമെങ്കിൽ ഒരാഴ്ച കൂടി എടുത്തോ. പക്ഷേ ഇനി ഒരക്ഷരം പറഞ്ഞാ നിങ്ങൾ എന്റെ അച്ഛനാണോ ഞാനങ്ങ് മറന്നുപോകും. പ്രിയെ വിട്ട് ദേവനരിയിൽ വന്നിട്ട് അവൻ രൂക്ഷമായി പറഞ്ഞു. നീ എന്നെ എന്ത് ചെയ്യടാ? അടിക്കോടാ! ദേവൻ കുറച്ചുകൂടി അവനരിയിലേക്ക് നീങ്ങി നിന്നു. അനാവശ്യം പറഞ്ഞാ ഞാൻ അതും ചെയ്യും. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആദ്യയാളെ നോക്കി. വേണ്ട വേണ്ട ആദി, പ്ലീസ്. ആദ്യയാൾ അടിക്കുമെന്നൊരു തോന്നൽ പ്രിയ അവന്റെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. അവൻ അവൾക്ക് നേരെ ഒച്ചയിട്ടുകൊണ്ട് കൈ കുടഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം ഞാൻ? എനിക്ക് മതിയായി. ഇങ്ങനെയുണ്ടൊരു ഉപദ്രവം സഹിക്കാൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് പ്രതികരിക്കാൻ കൂടി ഞാനും പഠിക്കണ്ടേ? എനിക്കും ജീവിക്കണ്ടേ? ആദ്യം ഉറക്കെ പറഞ്ഞു. നീ എന്ത് സഹിച്ചെന്നാടാ? നിനക്ക് ഞാൻ വല്ല കുറവ് വരുത്തിയോടാ? മറ്റുള്ളവർ മോഹിക്കുന്ന പോലെ ഒരു ലൈഫല്ലേ നിനക്ക് ഞാൻ ഒരുക്കി തന്നത്? നീ ആഗ്രഹിക്കുന്നൊക്കെ ഞാൻ കൺമുമ്പിൽ എത്തിച്ചിട്ടില്ലേ? നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ദുബായിലെ ഏറ്റവും നല്ല സ്കൂളില് ഏറ്റവും വലിയ ഫീസ് കൊടുത്തുള്ള നിന്റെ വിദ്യാഭ്യാസം.
ദേവൻ ആദ്യം പിടിച്ചുലച്ചു. എന്നിട്ടും അവൻ സഹിച്ച കണക്ക് പറയുന്നു. നിനക്ക് വേണ്ടി ഞാനല്ലടാ സഹിച്ചത്. എന്റെ സ്വപ്നം, എന്റെ പ്ലാൻ എല്ലാം നശിപ്പിച്ച നീയല്ലേ? ദേവൻ ആദിക്ക് നേരെ വിരൽ ചൂണ്ടി കിതച്ചു. അതിന് പിന്നിലെല്ലാം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്റെ സന്തോഷങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടല്ല നിങ്ങൾ ഇതൊന്നും തന്നെ ചെയ്ത്. എനിക്ക് വേണ്ടി മുടക്കിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കോടികൾ കൊയ്തെടുക്കാനുള്ള നിങ്ങളുടെ പ്ലാന് അതല്ലേ ഞാൻ നശിപ്പിച്ചെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ കലിതുള്ളുന്നത്. അതേടാ, എനിക്കത് തിരിച്ചു വേണം. ദേവൻ ഇന്നോളം ചെയ്ത ബിസിനസ് ഒന്നും നഷ്ടത്തിൽ ഓടിയിട്ടില്ല. അതിന് ഞാൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല, നീ ഒഴികെ. ദേവന്റെ വിരൽ വീണ്ടും ആദിക്ക് നേരെ നീണ്ടു. അതെ, നിങ്ങൾക്കെല്ലാം ബിസിനസ് ആയിരുന്നു. എന്ത് ചെയ്യുമ്പോഴും അതിൽ ലാഭവും നഷ്ടവും ചെയ്യുമായിരുന്നു. സ്വന്തം ജീവിതം പോലും ബിസിനസ് മൈൻഡിൽ കണ്ട നിങ്ങൾക്ക് മുമ്പിൽ ഞാനെന്ന മകനും അതുപോലൊരു കച്ചവടം തന്നെയായിരുന്നു. നേർച്ച വെച്ച പോലെയുള്ള എന്റെ ജീവിതം. സ്വയം പുച്ഛിച്ചുകൊണ്ട് ആദ്യയാളെ നോക്കി. നിങ്ങളുടെ ലാഭം മാത്രം ഓർത്ത് ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ എന്റെ നഷ്ടം പറയുന്നില്ല. പറഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. എന്റെ ബാല്യം, എന്റെ അമ്മ, ഇതെല്ലാം ലാഭത്തിന്റെ കണക്കിൽ ചേർത്താ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ്. തിരിച്ചറിവായതോടെയാ ഞാനത് മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. നിങ്ങളപ്പോഴും ലാഭങ്ങളുടെ പുതിയ കണക്കൂട്ടലുകളും അതിന്റെ ആഘോഷങ്ങളിലും ആയിരുന്നു. അന്നൊന്നും എന്റെ വേദനയും ഒറ്റപ്പെടലും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ. എങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഞാൻ എത്ര മോഹിച്ചു പോയിട്ടുണ്ടെന്നോ. പക്ഷെ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു അപശകനെ പോലെയുള്ള നിങ്ങളുടെ സാന്നിധ്യം അതെനിക്ക് ഭയമാ. കാരണം അതെന്റെ പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെടുത്തി കളഞ്ഞ നിങ്ങളുടെ സ്വാർത്ഥതയാ. ഇനി എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നൂടെ? അത്രയെങ്കിലും കരുണ എന്നോട് കാണിച്ചൂടെ? അതിന് ഞാൻ എന്താ നൽകേണ്ടത്? ആദി ദേവനെ നോക്കി. പ്രിയക്ക് അവനെ നോക്കിയപ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇത്രയും സങ്കടങ്ങളെ അവനുള്ളിലിട്ട് നീറുന്നുണ്ടോ? മാഷ് പറഞ്ഞ പോലെ അടുത്തറിയുമ്പോൾ നിനക്ക് അവനോട് ദേഷ്യം കാണില്ലെന്നുള്ളത് ഇവന്റെ ഈ പൊള്ളുന്ന മനസ്സിനെ കുറിച്ചാണോ? അവന്റെ വേദന തിങ്ങിയ മുഖവും നോട്ടവും പ്രിയയുടെ കണ്ണു നിറഞ്ഞു. ഹൃദയം അവൾ പോലും അറിയാതെ ആർദ്രമായി പോകുന്നുണ്ട് അവന് വേണ്ടി. ഗതികേടുകൊണ്ട് നീ എടുത്ത് നിന്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ച ഇവളെന്ന നഷ്ടക്കച്ചവടത്തിൽ നിന്നും നീ സ്വയം പുറത്തു വരണം. വേറൊന്നും എനിക്ക് വേണ്ട. ആ കുറച്ചു നേരം കൊണ്ട് തന്നെ മനസ്സിലൊരു കണക്കൂട്ടൽ നടത്തിയതിന്റെ ഉത്തരം ദേവൻ ആദിക്ക് മുന്നിലേക്ക് എടുത്തിട്ടു. എന്നാ പിന്നെ ഞാൻ നിന്റെ പുറകെ വരില്ല, ഉറപ്പ്. അവനായി താൻ ഒരുക്കിയ കെണി അത് പക്ഷെ താൻ വിചാരിച്ച പോലെയായില്ല അതിന്റെ റിസൾട്ട്. ആ കുരുക്കിനെ അവനായി ഉപേക്ഷിച്ചു കളഞ്ഞ അത് ചെയ്യാൻ ഇവനോട് ആവശ്യപ്പെട്ട മാധവ മാഷ് എന്ന തന്റെ അച്ഛൻ നാട്ടുകാർക്ക് മുമ്പിലെ ഹീറോ പിന്നെ വെറും സീറോയായി മാറും. ചതി ചെയ്യുന്ന ആദിയോട് മാഷ് ഒരിക്കലും പിന്നെ പൊറുക്കില്ല. ഈ വീടിന്റെ പടി പോലും ആദിക്ക് പിന്നെ കയറാൻ അനുവാദമുണ്ടാവില്ല. അത് മതി, അങ്ങനെ ഒരു അവസരം മതി. താൻ അവന് കൂടെ നിൽക്കും, അവൻ തനിക്കൊപ്പം വരുന്നവരെയും. ദേവൻ കുടിലത് നിറഞ്ഞ മനസ്സോടെ ആദിയെ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.